ആരും തികഞ്ഞവരല്ല, ആരും പൂർണ്ണമാകാൻ അർഹരുമല്ല. ആർക്കും ഒന്നും എളുപ്പമായി നടക്കുകയുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ എങ്ങനെയാണ് കടന്നുപോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതിനാൽ മറ്റുള്ളവരെ വിധിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് താൽക്കാലികമായി നിങ്ങളുടെ നാവുകൊണ്ടുള്ള യുദ്ധം നിർത്തുക. എല്ലാവരും അവരവരുടെ തനതായ രീതിയിലാണ് ജീവിക്കുന്നത്. അനുഭവം ഏറ്റവും നല്ല ഒരു അധ്യാപകനാണ്. പക്ഷേ ആരെക്കാളും വളരെ ക്രൂരമായിട്ടായിരിക്കും അത് പഠിപ്പിക്കുക. ചില മനുഷ്യരുണ്ട് നമ്മളെ അത്രമേൽ നോവിച്ചിട്ട് അവരെ നമ്മൾ നോവിച്ച മട്ടിൽ അഭിനയിച്ചു തകർക്കുന്നവർ. വേറെ ചിലരുണ്ട് നമ്മളെ മറന്നുകളഞ്ഞിട്ട് നീ എന്നെ മറന്നൂലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർ. മറ്റു ചിലരുണ്ട് നമ്മൾ എത്ര സ്നേഹിച്ചാലും തിരിച്ചങ്ങോട്ട് ഒരു പങ്കുപോലും തരാതെ നിനക്ക് എന്നോട് ഒരു തരി പോലും സ്നേഹമില്ലെന്ന് പറഞ്ഞ് നമ്മളെ പഴിചാരുന്നവർ. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷക്കുംഭം പോലെയാണ്. നോക്കൂ, നമ്മളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി വെറുതെ കളയേണ്ടതല്ല നമ്മുടെ വിലപ്പെട്ട സമയം. നശിപ്പിക്കേണ്ടതല്ല. ആകെയുള്ള ജീവിതം നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിക്കുക. എത്രയധികം പേരാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഈ ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് അതിനുപടിയായി നന്നായി ജീവിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. സ്നേഹം എന്താണെന്ന് അറിയാത്തവരോട് സ്നേഹത്തിനായി യാചിക്കുന്നത് ഒരുതരം വിഡ്ഢിത്തം, മറ്റൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നല്ലതും ചീത്തയും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നിങ്ങളുടെ ജീവിതം എങ്ങനെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് നിങ്ങളുടെ ഓപ്ഷനുകളാണ്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകും. വിജയം എന്നത് യാദൃച്ഛികമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. വിശ്വാസമെന്നത് ഊതുവീർപ്പിച്ച ബലൂണാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം. പരസ്പരം യഥാർത്ഥ ബോധമാണ് ബന്ധങ്ങൾക്കിടയിലുള്ള അഭികാമ്യം. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. നീ എന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ഒരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. പുരുഷന്മാരെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന 6 കാര്യങ്ങൾ. 1. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവരുടെ പങ്കാളി അവരെ കൊച്ചാക്കി പറയുന്നത്. 2. ആളുകളുള്ള ഒരു വേദിയിൽ പങ്കാളി അവരെപ്പറ്റി മറ്റുള്ളവരുടെ അടുത്ത് പരിചയപ്പെടുത്താതെ മാറ്റി നിർത്തുന്നത്. 3. പുരുഷനേക്കാൾ സ്ത്രീക്കാണ് സമ്പാദ്യം കൂടുതലെങ്കിൽ അവരെ അതിൻ്റെ പേരിൽ കൊച്ചാക്കി സംസാരിക്കുന്നത്, അവരോട് മാപ്പ് പറയാതെ ഇരിക്കുന്നത്. 5. സ്ത്രീകൾ അവരെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ മറ്റുള്ളവരെ കണ്ടു പഠിക്കൂ എന്ന് പറയുന്നത്. ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നമ്മളോട് ഇണങ്ങാൻ വരുന്നവർ നമ്മളോട് തോറ്റുവരുന്നതല്ല, നമ്മൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യനുള്ളത് കൊണ്ടാണ്. ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് ഒരിക്കലും വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് ആളുകൾ പറഞ്ഞാൽ അവർ വേണ്ടത്ര ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് കഴിയുന്നത് തെളിയിക്കാനുള്ള അവസരമാണിത്.
പണ്ഡിതനായാലും അല്ലെങ്കിലും സ്വയം മഹാനാണെന്ന് ഭാവിച്ച് മറ്റുള്ളവരെ പുച്ഛിക്കുന്നവൻ മെഴുകുതിരിയുമായി നടക്കുന്ന അന്ധനെപ്പോലെയാണ്. അയാൾക്ക് കണ്ണു കാണില്ല, മറ്റുള്ളവർക്ക് വെളിച്ചം നൽകും. അസൂയാലുക്കളായ ആളുകളെ നിങ്ങൾ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിനുള്ള കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും കൈവിടരുത്. കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന സ്ത്രീകളെ വിശ്വസിക്കരുത്. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുവെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നവരെ മാത്രം വിശ്വസിക്കുക. തെറ്റാണെന്ന് മനസ്സിലായിട്ടും ന്യായീകരിക്കുന്നവരോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരുടെ മനസ്സിൽ ഞാനെന്ന ഭാവം കൂടിക്കൊള്ളുന്ന കാലത്തോളം അവരുടെ ശരി അവർ തന്നെയായിരിക്കും. ആരെങ്കിലും സ്വാഗതം ചെയ്യുന്നതിനും കാണപ്പെടുന്നതിനും കേൾക്കുന്നതിനും വിലമതിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും നമ്മളൊരു കാരണമാകുക. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ആരാണ് നിങ്ങളെ നോക്കി ചിരിക്കുന്നത്, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട എന്നതാണ്. ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയ സമ്പാദ്യം ഉണ്ടാക്കുന്നവർക്കും ഉള്ളത് വിറ്റുപെറുക്കി പദവികളിൽ എത്തുന്നവർക്കും മാത്രമേ സന്തോഷമൊന്നും ഉണ്ടാകണമെന്നില്ല. പലരെയും അത്ര വ്യക്തമായി നമുക്ക് സാധിക്കില്ല. രാവിലെ എഴുന്നേറ്റ് ഉടൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. രാവിലെ അലാറം അടിക്കുമ്പോൾ സ്നൂസ് ചെയ്യരുത്. അലാറം അടിച്ചാൽ അപ്പോൾ തന്നെ ഉണരുക. രാവിലെ ഉണരുമ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യുന്നവർ ആ ദിവസം മുഴുവനും ഉന്മേഷമുള്ളവരായി കാണപ്പെടുന്നു. രാവിലെ ഉണരുമ്പോൾ റൂമിലെ ജനാലകൾ തുറന്ന് പ്രകൃതിയിലേക്ക് നോക്കി നിൽക്കുന്നത് വളരെ പോസിറ്റീവാക്കും. എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിലൊരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. അത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഒരു കാരണവശാലും രാവിലെ തന്നെ ഫോൺ നോക്കിയിരിക്കരുത്. അത് ആദ്യത്തെ ഉന്മേഷം നശിപ്പിക്കുന്നതാണ്. ഇന്നലെ വരെ എന്ത് ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിലൊരിടം നൽകുക എന്നാണർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് ഏറ്റവും നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിലൊന്നാണത്. എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിൻ്റെ ഒഴുക്കിന് തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. നമ്മൾ ആരാണെന്ന് അറിയാത്ത, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ 1% പോലും അറിയാത്ത ആൾക്കാർ നമ്മളെപ്പറ്റി പുറത്ത് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും. പിന്നെ വിവരമില്ലാത്തവർ അല്ലേ, പോട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിക്കും. അങ്ങനെയാണ് പലരും ജീവിക്കുന്നത്. ഒരു സ്ത്രീക്കൊരു പുരുഷനെ മാനസികമായി കീഴ്പ്പെടുത്താൻ വെറും ഈ 2 കാര്യങ്ങൾ മതി. 1. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2. അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. നീ അത് ചെയ്യാം, അത് മാത്രം, ഇപ്പോൾ, അല്ലെങ്കിൽ വെറും കുറച്ചു ദിവസങ്ങളിൽ നിന്ന് നിനക്ക് തിരിച്ചറിയും. മനസ്സ് കാന്തം പോലെയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളെ ആകർഷിച്ചെടുക്കും. എന്നാൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആകർഷിച്ചെടുക്കും.
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ: 1. എപ്പോഴും സീരിയസായി ഇരിക്കരുത്, ചിരിക്കാൻ ശ്രമിക്കുക. 2. ഹാപ്പിയാകാൻ ഇപ്പോൾ ഉള്ളതിൽ മാത്രം ശ്രദ്ധിക്കുക, പഴയ കാലത്തെക്കുറിച്ച് മറന്നേക്കുക. 3. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് ഒരു കാര്യവും ചെയ്യാതിരിക്കരുത്. നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല, സഹായിക്കുന്നില്ല എന്ന് പറയാതെ മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക. നിങ്ങളുമായി ഒറ്റയ്ക്ക് ഇരിക്കുക, സ്വയം സംസാരിക്കുക, സ്വയം സ്നേഹിക്കുക, അംഗീകരിക്കുക. ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളെ പക്വത ഉള്ളവനാക്കി മാറ്റുന്നതെന്ന് മനസ്സിലാക്കുക. മോശം അവസ്ഥയിൽ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കുന്നു. വിജയങ്ങൾ ഉണ്ടായാൽ സന്തോഷിക്കാം. പരാജയങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും പഠിക്കാനായിട്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു മനസ്സ് വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.